മാന്നാറിലെ കലയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഊർജിതം. കേരള പോലീസ് സിബിഐക്ക് കേസ് വിവരങ്ങൾ കൈമാറി. സിബിഐയും ഇന്റർപോൾ മുഖാന്തരമാകും പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നീക്കുന്നത്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, 4 പ്രതികളിൽ 3 പേർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. ഇനി പിടികൂടാനുള്ളത് ഭർത്താവ് അനിൽകുമാറാണ്. എത്രയും പെട്ടെന്ന് ഇസ്രായേലിൽ നിന്ന് ഇയാളെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശ്രമകരമായ ദൗത്യം. പോലീസ് അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ എത്രത്തോളം ഊർജിതമായിട്ടാണ് നടത്തുന്നത്? രോഹിണി, എത്രയും പെട്ടെന്ന് കലയുടെ ഭർത്താവ് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. സിബിഐ മുഖാന്തരം ഉള്ള ശ്രമങ്ങൾ, ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ വഴിയും പോലീസ് നോക്കുന്നുണ്ട്. മാത്രമല്ല, ഇയാളോട് സ്വമേധയാ നാട്ടിലെത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പോലീസിന് ഇത്തരം കടമ്പകളൊന്നും കടക്കേണ്ടി വരില്ല. എന്തായാലും അനിൽകുമാർ വന്നാൽ മാത്രമേ ഈ കേസിൽ ഒരു വ്യക്തത ഉണ്ടാകുകയുള്ളൂ. കാരണം എന്തിനാണ് കൊലപാതകം നടത്തിയതെന്നും എന്ത് കാര്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും എങ്ങനെയാണ് കലയെ കൊലപ്പെടുത്തിയതെന്നും മൃതദേഹം എന്ത് ചെയ്തു എന്നും അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ, ഇതിനൊക്കെ ഒരു യഥാർത്ഥ ചിത്രം പുറത്തു വരണമെങ്കിൽ അനിൽകുമാറിനെ ചോദ്യം ചെയ്തേ മതിയാകൂ. എന്തായാലും പോലീസിന് മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു കടമ്പ എന്ന് പറയുന്നത് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ശാസ്ത്രീയ പരിശോധനാ തെളിവുകൾ കിട്ടാനുണ്ട്. അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും ശേഖരിച്ച മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന് പറയുന്ന വസ്തുക്കൾ കോടതി മുഖാന്തരം ഇന്ന് തന്നെ ഈ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയക്കും. എന്തായാലും ഇത് വേഗത്തിലാക്കാൻ, ഈ പരിശോധന വേഗത്തിലാക്കാനായി ജില്ലാ പോലീസ് മേധാവി കത്ത് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ പരിശോധനകൾ എത്രയും വേഗത്തിൽ തന്നെ പൂർത്തിയാകും. എന്നാൽ മാത്രമേ ശാസ്ത്രീയമായി കലയുടേതാണ് ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ എന്നത് തെളിയിക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ഈ അനിൽകുമാർ നാട്ടിലെത്തണം. ഒപ്പം തന്നെ ഇന്ന് ഇപ്പോൾ പറയേണ്ട കാര്യം, ഈ 3 പ്രതികൾ കസ്റ്റഡിയിലുണ്ട്. മാന്നാർ പോലീസിന്റെ കസ്റ്റഡിയിൽ 2 മുതൽ 4 വരെയുള്ള പ്രതികളുണ്ട്. ജിനു, പ്രമോദ്, സോമരാജൻ, ഈ 3 പ്രതികളുടെയും വീടുകളിൽ പോലീസ് സെർച്ച് നടത്തുന്നുണ്ട്. മാത്രമല്ല, ഈ 3 പ്രതികളെ വിശദമായി തന്നെ 21 അംഗ സംഘം, പുതിയതായി രൂപീകരിച്ച 21 അംഗ സംഘം 3 പ്രതികളെയും വെവ്വേറെയും ഒന്നിച്ചുമൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രതികളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ ഇനിയും തുടരാനുള്ള സാധ്യതകളുണ്ട്. ഇനി 6 ദിവസം പോലീസ് കസ്റ്റഡിയിൽ പ്രതികളെ കോടതി വിട്ടുകൊടുത്തിട്ടുണ്ട്. ഈ 6 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം തെളിവെടുപ്പുണ്ടാകും. പക്ഷെ അത് എന്നാണ് എന്ന് പോലീസ് പറയുന്നില്ല. ഒരുപക്ഷെ തെളിവെടുപ്പ് ഇന്നുണ്ടായേക്കും, അല്ലെങ്കിൽ നാളെയോ അതിനടുത്ത ദിവസമോ ഒക്കെ ആയിരിക്കും തെളിവെടുപ്പ് ഉണ്ടാകുന്നത്. എന്തായാലും പ്രതികളുമായി പാലത്തിൽ, ഈ വലിയ പെരുന്തുറ പാലത്തിലാണ് മൃതദേഹം കൊണ്ടുപോയതെന്നും ആദ്യം പാലത്തിൽ നിന്നും ആറ്റിലേക്ക് തള്ളാനുള്ള കാര്യങ്ങളായിരുന്നു അനിൽകുമാർ നടത്തിയത് എന്നുമൊക്കെ പ്രതികളിൽ പലരും മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ അനിൽകുമാർ മൊഴി നൽകിയെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഈ പ്രതികൾ പാലത്തിൽ നിന്നും ആറ്റിലേക്ക് മൃതദേഹം കളയാനുള്ള പദ്ധതി ഉപേക്ഷിച്ചത് ആ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ വലിയ പെരുന്തുള പാലത്തിലടക്കം കൊണ്ടുപോയി ഈ പ്രതികളുമായി പോലീസിനെ തെളിവെടുപ്പ് നടത്തണം. ഒപ്പം തന്നെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിലേക്ക് ഇടാനായി ഈ 3 പേരും ഉണ്ട് എന്ന് പറഞ്ഞു. ഇവരുമായി ആ ഭാഗങ്ങളിലൊക്കെ പോയി പോലീസിന് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. എന്തായാലും തെളിവെടുപ്പ് എന്നാണ് എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. രോഹിണി. ശരി നിഷ. മാന്നാറിലെ കലയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഊർജിതമായി തുടരുന്നു. കേരള പോലീസ് സിബിഐക്ക് കേസ് വിവരങ്ങൾ കൈമാറി. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.